നമസ്കാരം. തെക്കൻ തോട്ട്സ്. 7 ദിവസം തുടർച്ചയായി ഇന്ദ്രൻ മഴ പെയ്ച്ചുകൊണ്ടേയിരുന്നു. ആ 7 ദിവസവും സ്വന്തം അണിവിരലിൽ ഗോവർദ്ധന പർവ്വതത്തെ ഉയർത്തി അതിനടിയിൽ വൃന്ദാവനവാസികളെ മുഴുവൻ സംരക്ഷിച്ചുകൊണ്ട് ഭഗവാൻ അങ്ങനെ നിലകൊണ്ടു. ഇതൊക്കെ സാധിക്കുമോ? സ്കൂളുകളിൽ സഹപാഠികളിൽ നിന്നും ഉണ്ടാകുന്ന ചോദ്യമാണ്. ഈ ഐതിഹ്യ കഥയെ വിമർശന ബുദ്ധിയോടുകൂടി കാണുന്ന ചില ആൾക്കാർ ഈ ചോദ്യം വീണ്ടും ഉന്നയിക്കാറുണ്ട്. നമുക്കൊക്കെ ചില സമയത്ത് ആശയക്കുഴപ്പങ്ങളുണ്ടാകും. നമ്മൾ ഈ കാര്യങ്ങളെക്കുറിച്ച് ശ്രദ്ധയോടെയും കൃത്യമായും മനസ്സിലാക്കാതെ കുഴങ്ങുന്നവർക്ക് ചിലപ്പോൾ നിശബ്ദത പാലിക്കേണ്ടി വന്നിട്ടുണ്ട്. അവരുടെ ഉള്ളിൽ സംശയത്തിൻ്റെ വിത്തും ഉണ്ടാകാറുണ്ട്. 7 ദിവസം മഴ പെയ്തപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ അത്രയും കാലം എങ്ങനെ അണിവിരലിൽ ഈ ഗോവർദ്ധന പർവ്വതത്തെ ഉയർത്തിക്കൊണ്ടു നിന്നു? ഐതിഹ്യ കഥ ഇങ്ങനെയാണ്. അതായത് വൃന്ദാവന നിവാസികൾ ഒരു വലിയ പൂജയ്ക്കുള്ള ഒരുക്കങ്ങൾ കൂട്ടുന്നത് കണ്ടിട്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ അവരോട് ചോദിച്ചു, എന്തിനാണ് ഈ ഒരുക്കങ്ങൾ കൂട്ടുന്നത്, ഈ പൂജയ്ക്കുള്ള ഒരുക്കങ്ങൾ കൂട്ടുന്നത്? അത് ഇന്ദ്രനെ പ്രസാദിപ്പിക്കുവാൻ വേണ്ടിയാണ്, മഴയുടെ ദേവനായ ഇന്ദ്രനെ പ്രസാദിപ്പിക്കുവാൻ വേണ്ടിയാണ് എന്ന് ഗോകുല നിവാസികൾ പറഞ്ഞു. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞത് കേട്ട് അതുപോലെ അങ്ങ് ചെയ്യുകയാണോ വേണ്ടത്? നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ അങ്ങനെയാണ്. പല ആചാരങ്ങളും ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് അതിന് ശാസ്ത്രീയമായ യാതൊരു അടിത്തറയും ഇല്ലാതെ അതിനെ അങ്ങ് സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. അത് പിന്നെ പിന്തുടരുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള ഈ ഇന്ദ്രപൂജയല്ല ചെയ്യേണ്ടത്. മറിച്ച് നമുക്കൊക്കെ നമ്മുടെ അന്നദാതാക്കൾ എന്ന് പറയുന്നത് ഗോക്കളാണ്. ആ ഗോക്കളെ സംരക്ഷിക്കുന്നത് ഗോവർദ്ധന പർവ്വതമാണ്. അതിൻ്റെ അടിയിലുള്ള, അതിൻ്റെ താഴ്വാരത്തിലുള്ള പുല്ലും ഒക്കെ മേഞ്ഞാണ് ഗോക്കൾക്ക് ആഹാരം കിട്ടുന്നത്. ആ ഗോക്കൾക്ക് ആഹാരം കിട്ടുന്നതുകൊണ്ടാണ് നമ്മൾക്ക് ആഹാരം കിട്ടുന്നത്. അപ്പോൾ ആ ഗോപാലകനായിട്ടുള്ള, ഗോസംരക്ഷകനായിട്ടുള്ള ഗോവർദ്ധന പർവ്വതത്തെ അല്ലേ നാം പൂജിക്കേണ്ടത് എന്ന് പറഞ്ഞ് ശ്രീകൃഷ്ണൻ അവരുടെ ആ ചിന്തകളെ ഒന്ന് മാറ്റുകയാണ്. അങ്ങനെ ചിന്തകൾ മാറിയ ഗോപാലകന്മാർ, അമ്പാടി നിവാസികൾ, അവർ ഗോവർദ്ധന പർവ്വതത്തെ പൂജിച്ചു. ഇന്ദ്രപൂജ വേണ്ടാന്ന് വെച്ചു. എല്ലാത്തിനും സാക്ഷിയായി നിൽക്കുന്ന ഒരാളുണ്ടല്ലോ, നാരദ മഹാമുനി. കാര്യം നേരെ ചെന്ന് ഇന്ദ്ര മഹാരാജാവിൻ്റെ അടുത്ത് ചെന്ന് കൃത്യമായി ബോധിപ്പിച്ചു. കോപം പൂണ്ട ഇന്ദ്രൻ, അദ്ദേഹം കാർമേഘങ്ങളുടെ അധിപനാണ്. അദ്ദേഹം കറുകറുത്ത കാർമേഘങ്ങൾ ആ ഗ്രാമത്തിനുമേൽ കൊണ്ടുവന്ന് അതിഭീകരമായ പേമാരി ചെയ്യിക്കുവാൻ തുടങ്ങി. അപ്പോഴേക്കും വെള്ളം അതിഭയങ്കരമായ രീതിയിൽ ഉയരുകയും വെള്ളപ്പൊക്കവും നാശനഷ്ടങ്ങളും ഒക്കെ ഉണ്ടാകുവാനുള്ള സാധ്യതയും ഒക്കെ ഉണ്ടായപ്പോൾ ഭഗവാൻ ആ ഗോവർദ്ധന പർവ്വതത്തെ തൻ്റെ ചെറുവിരൽ കൊണ്ട് ഉയർത്തി അതിനടിയിൽ ആ ജനങ്ങളെ മുഴുവൻ സംരക്ഷിച്ചു എന്നതാണ് ഐതിഹ്യകഥ. ഇതിനെയാണ്, ഈ ഗോവർദ്ധന ഉദ്ധാരണത്തെയാണ് എല്ലാവരും വിമർശിക്കുന്നത്. അങ്ങനെ സാധിക്കും ഒരു കൊച്ചുകുട്ടിക്ക് എന്നാണ് ചോദ്യം. ഇവിടെയാണ് നാം നമ്മുടെ ഐതിഹ്യ കഥകളെ, അതിൻ്റെ നായകന്മാരായിട്ടുള്ള ശ്രീരാമനെയും ശ്രീകൃഷ്ണനെയും ഒക്കെ നമുക്ക് നമ്മുടെ ചരിത്ര പുരുഷന്മാരുമായി ആ രീതിയിൽ കൂടെ കാണേണ്ടതുണ്ട്. തീർച്ചയായും അവരൊക്കെ ജീവിച്ചിരുന്നവരാണ്. അവരൊക്കെ നമ്മളെപ്പോലെ ജീവിച്ചിരുന്നവരാണ്. നമ്മളിലെ ഈശ്വര അംശം നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കാത്തതുകൊണ്ട് നമ്മൾ ആ തരത്തിലേക്ക് പ്രവർത്തിക്കുവാൻ സാധിക്കുന്നില്ല. ശരിക്കും രാമനെയും കൃഷ്ണനെയും ആരാധിക്കുകയല്ല വേണ്ടത്, അവരെ അനുകരിക്കുകയാണ് വേണ്ടത് എന്ന് അറിവുള്ളവർ നമുക്ക് പറഞ്ഞു തരാറുണ്ട്. പക്ഷേ നമ്മളത് കേൾക്കാറില്ല. നമ്മൾക്ക് എപ്പോഴും അവരെയെല്ലാം ദൈവിക സങ്കല്പത്തിലേക്ക് മാറ്റി അവരെ ആരാധിച്ചുകൊണ്ട് അവരിൽ നിന്ന് ഗുണഫലങ്ങൾ, അദൃശ്യമായ അനുഗ്രഹത്തിലൂടെ ഗുണഫലങ്ങൾ കിട്ടുന്നതിന് വേണ്ടിയാണ് നമ്മൾ പ്രയത്നിക്കാറുള്ളത്. അപ്പോൾ ഗോവർദ്ധന ഉദ്ധാരണം, ഈ ചെറുവിരലിലെ ഉയർത്തൽ, അതിനെ ചരിത്രപരമായ രീതിയിൽ ആ രീതിയിലൊന്ന് ചിന്തിച്ചാൽ, ഉദ്ധാരണം എന്ന വാക്കിൻ്റെ അർത്ഥം ഉയർത്തൽ എന്നാണ്. ഉദ്ധരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു അവസ്ഥയിൽ നിന്ന് വേറൊരു അവസ്ഥയിലേക്ക് കൊണ്ടുവരിക എന്നാണ് അർത്ഥം. ഉദാഹരണത്തിന് ഗാന്ധിജി ഹരിജനോദ്ധാരണം നടത്തി. എന്താണ് ഗാന്ധിജി ഹരിജനങ്ങളെ മുഴുവൻ എടുത്ത് ഇങ്ങനെ അണിവിരലിൽ ഉയർത്തി നിർത്തുകയോ അല്ലെങ്കിൽ കയ്യിൽ ഉയർത്തി പൊക്കി വെക്കുകയോ ഒന്നുമല്ല ചെയ്തത്. മറിച്ച് അവരുടെ ജീവിത നിലവാരത്തെ, അവരുടെ അവസ്ഥയെ ഉയർത്തുവാൻ വേണ്ടി പരിശ്രമിച്ചു.
അതുപോലെയാണ് ശ്രീകൃഷ്ണൻ വലിയൊരു വെള്ളപ്പൊക്കം ഉണ്ടായ സമയത്ത്, വലിയൊരു പേമാരിയും കൊടുങ്കാറ്റും ഒക്കെ ഉണ്ടായ സമയത്ത്, അല്ലെങ്കിൽ ജനങ്ങൾക്ക് താഴ്വാരങ്ങളിൽ നന്നായി ജീവിക്കുവാൻ പറ്റാത്ത അവസ്ഥയുണ്ടായപ്പോൾ അവരെ ഉദ്ധരിച്ചിട്ട് ഗോവർദ്ധന പർവ്വതത്തിൽ അവരെ പുനരധിവസിപ്പിച്ചു, അവരെ ഉദ്ധാരണം ചെയ്ത് താമസിപ്പിച്ചു, അവരെ ഉദ്ധാരണം ചെയ്ത് അവരുടെ ജീവിത നിലവാരത്തെ ഉയർത്തി, അവരെ സംരക്ഷിച്ചു. അങ്ങനെയാണ് ഭഗവാൻ ഒരു നേതാവായത്, ലീഡറായത്. അങ്ങനെയാണ് ഭഗവാൻ ഒരു ഈശ്വരനായത്. ഇതാണ് ആ കഥയിലെ യഥാർത്ഥമായ സംഗതി. ഈ കാര്യം പല രീതിയിൽ നമുക്ക് പറയുവാൻ സാധിക്കും. ഭഗവാനെ ദൈവികമായ രീതിയിൽ കണ്ടുകൊണ്ട് ദൈവികമായ രീതിയിൽ നമുക്ക് അവതരിപ്പിക്കുവാൻ സാധിക്കും. അതിൻ്റെ ഉള്ളിൽ ചരിത്രപരമായ വസ്തുതകൾ, ശാസ്ത്രീയമായ വസ്തുതകൾ മനസ്സിലാക്കിക്കൊണ്ട് അതിനെ മനസ്സിലാക്കുവാൻ സാധിക്കും. അപ്പോൾ ഗോവർദ്ധന ഉദ്ധാരണത്തിൻ്റെ ചരിത്രപരമായ വസ്തുത അല്ലെങ്കിൽ കഥയിലെ കാമ്പ് എന്താണ് എന്ന് മനസ്സിലാക്കുവാൻ ഈ ഒരു വീഡിയോ ഉപകരിക്കുമെന്ന് കരുതുന്നു. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ ചാനൽ ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുവാനും മനസ്സിലാക്കുവാനും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം, മണിമുഴക്കാം. നമസ്കാരം.